നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വീണ്ടും എത്തിയിരിക്കുകയാണ് മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ. 1 മണിക്കൂറോളം വരുന്ന 2 വീഡിയോകളാണ് യൂട്യൂബിലും FBയിലുമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ വീഡിയോയിൽ ബാലയിൽ നിന്നും നേരിട്ട പീഡനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ കസ്തൂരി എന്നൊരു പ്രൊഫൈലിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് എലിസബത്ത് നടത്തിയിരിക്കുന്നത്. FB പോസ്റ്റുകൾ കാണിച്ചുകൊണ്ട് മുഖം കാണിക്കാതെ വോയിസ് ഓവറിൽ മാത്രമാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. തന്നെ വിവാഹം ചെയ്തതിന് ശേഷം പല സ്ത്രീകളെയും ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്നും കഴുത്തിന് കുത്തിപ്പിടിച്ചും തലമുടിക്ക് പിടിച്ചുമൊക്കെ മർദ്ദിച്ചിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. തന്നെ മോഷ്ടാവായി ചിത്രീകരിച്ചു. ബാലയെ ഒരുപാട് സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ് പോലീസിൽ പരാതി എഴുതി നൽകാതിരുന്നത്. നിവർത്തിയില്ലാതെയായപ്പോൾ പലതവണ ഇക്കാര്യം പോലീസിൽ അറിയിച്ചിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നപ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് മാറിക്കളഞ്ഞു. പോലീസ് പരാതി എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് ആളെ ഇഷ്ടമായിരുന്നല്ലോ, അതുകൊണ്ട് പരാതി എഴുതി കൊടുത്തില്ല. പിന്നെ ആള് തിരിച്ച് വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ ഇറങ്ങി പോകണമെന്ന് ഡിമാൻഡ് വെച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിക്കൊടുക്കാതെ കാര്യമില്ലല്ലോ. വീട്ടിലുള്ള നായ്ക്കുട്ടിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അതിനെ എടുത്തുകൊണ്ടുപോയാൽ ഞാൻ അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയും. അങ്ങനെ കരുതാൻ കാരണം ഒരിക്കൽ ന്യൂമോണിയ ബാധിച്ച് ഞാനിവിടെ നിന്നും കുറച്ചു കാലം മാറി നിന്നിരുന്നു. അന്ന് ഞാൻ ഇവിടെ നിന്ന് 25 ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയി എന്ന് അദ്ദേഹം പറഞ്ഞു പരത്തിയിരുന്നു. അങ്ങനെ രൂപ കട്ടുകൊണ്ടുപോയ ആളെ എന്തിനാണ് വീണ്ടും വിളിച്ചു കയറ്റിയതെന്നും എലിസബത്ത് ചോദിക്കുന്നു. ഒരു ദിവസം അതിരാവിലെ 3 മണിക്ക് എനിക്ക് ഫോൺ വന്നു. ചോര ഛർദ്ദിക്കുന്നു, ആശുപത്രിയിലാണ്, ഒപ്പിടാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് തിരികെ വരേണ്ടി വന്നത്. തിരികെ പോകാൻ നേരം വക്കീലിനോട് ചോദിച്ചു, ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടോ എന്ന്. വക്കീൽ പറഞ്ഞത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി താക്കോൽ അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാനെന്ന്. കാര്യങ്ങൾ റെക്കോർഡാക്കിയിട്ട് വേണം പോകാനെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്ളാറ്റിന്റെ സെക്യൂരിറ്റി താക്കോൽ വാങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. പോലീസ് കേസൊക്കെ ആയതുകൊണ്ടുള്ള ഭയം. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തീർക്ക്, അല്ലാണ്ട് ഇവിടെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. വക്കീൽ പറഞ്ഞത് ഒരു കത്തെഴുതി അതിനൊപ്പം താക്കോൽ കൊടുത്ത് ഒരു രസീത് വാങ്ങാനാണ്. ഇല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും അടിച്ചു നശിപ്പിച്ചു എന്നൊക്കെ പരാതി ഉണ്ടാകും. നാക്കിന് എല്ലില്ലാത്തയാൾക്ക് എന്തും പറയാമല്ലോ. മുമ്പ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ആളുടെ പേരും നമ്പറും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് തന്നെയാണോ അതോ അയാളുടെ ഗുണ്ടകൾ വിളിച്ചു പീഡിപ്പിക്കാൻ നോക്കിയതാണോ എന്ന് എനിക്കറിയില്ല. വിളിച്ചയാൾ പറഞ്ഞത് ഞാൻ അയാളെ ഉപദ്രവിച്ചു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നാണ്. അയാളുടെ കയ്യിലൊക്കെ പോറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ പോറലുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ അയാൾ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവിച്ചത് എൻ്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു മൽപ്പിടുത്തമൊക്കെ ഉണ്ടായി. എന്നെ ഒരുപാട് തല്ലി. മരണവെപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോറലൊക്കെ വരും. അതാണുണ്ടായത്. എൻ്റെ മുടിക്കൊക്കെ പിടിച്ചു വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിലും ചുണ്ടിലും ചോര വന്നതും എൻ്റെ മുഖത്ത് നീര് വന്നതുമൊക്കെ ഞാനും ഫോട്ടോ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചിമാന്തി എന്ന് പറഞ്ഞ കുറേ ഫോട്ടോകൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ പേരിൽ പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുന്നത്. എന്നെ മർദ്ദിച്ചിട്ട് അയാൾ പോകുമ്പോൾ ഞാനും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ച സമയത്തുള്ള CCTV നോക്കിയാൽ അയാൾ ഇറങ്ങി പോകുന്നത് കാണാം. പോലീസുകാർ വന്നിരുന്നു. എൻ്റെ മുഖത്തെ നീര് കണ്ടിട്ടാണ് എന്നോട് പരാതി എഴുതി കൊടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടത്. അത് നല്ല പോലീസുകാർ ആയിരുന്നു. ഇയാളാണെങ്കിൽ എയർഗണ്ണുമായിട്ടൊക്കെയാണ് നടപ്പെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു. പിന്നീട് വീട്ടിലെത്തിയ 2 യുവാക്കളെ മർദ്ദിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയ സംഭവവും എലിസബത്ത് വിവരിച്ചു. പിന്നീട് ഇടയ്ക്കിടെ എലിസബത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച വിഷയത്തിലാണ് സംഘർഷമുണ്ടാകുന്നത്. തന്റെ ജീവന് അപായം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചതെന്ന് എലിസബത്ത്. അന്ന് മുഷ്ടി ചുരുട്ടിയാണ് എന്റെ മുഖത്തിടിച്ചത്. മാത്രമല്ല എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും എന്റെ വിരൽ പിടിച്ച് ഒടിക്കാൻ നോക്കുക, മുടി പിടിച്ചിട്ട് വലിച്ചും കുറെ ഉപദ്രവിച്ചിരുന്നു. ജീവഭായം തോന്നുമ്പോൾ പോലീസിനെ അല്ലാതെ പിന്നെ ആരെയാണ് വിളിക്കുക? ഇയാളുടെ കൂടെ ജീവിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കില്ല എന്നതാണെന്നും എലിസബത്ത് പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം തുറന്നു പറയുന്നതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്റെ വീട്ടിൽ നിന്ന് കേസൊന്നും മുൻപ് കൊടുത്തിട്ടില്ല. ഓരോ കമന്റ് വായിച്ചു വരുമ്പോൾ ഇമോഷണലായി ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇതൊക്കെ തെറ്റായി പോയോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞത് കാരണം കുഴപ്പമില്ല. പക്ഷെ ബോധമില്ലാത്ത ആൾക്കാരെ അനുവാദമില്ലാതെ മറ്റേ പരിപാടി ചെയ്യുന്നത് കുറ്റകൃത്യമാണെന്നാണ് ഫോറൻസിക് പഠിച്ചപ്പോൾ ഞാനന്ന് പഠിച്ചത്. എനിക്ക് ബോധമില്ല എങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്തതെല്ലാം കുറ്റകൃത്യമാണ്. എനിക്കിപ്പോൾ നീതി കിട്ടുമെന്നൊന്നും യാതൊരു പ്രതീക്ഷയുമില്ല. തന്നെ പിന്തുണച്ചും ഒരുപാട് പേർ വരുന്നുണ്ട്. അവരോടുള്ള നന്ദിയും എലിസബത്ത് വീഡിയോയിലൂടെ അറിയിക്കുന്നു.